ഞങ്ങളിപ്പം ഉമ്മലസത്ത് നിന്ന് നേരെ ഹൂറ എക്സിബിഷൻ റോഡിലുള്ള സൈറോ ക്ലബിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഇന്ന് കോപ്പ സൈറയുടെ ഫസ്റ്റ് മാച്ച് നടക്കുകയാണ്. എല്ലാ സീസണിലും കോപ്പ സൈറയുടെ സൈറോ അക്കാദമിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് ഉള്ള കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു കോപ്പ സൈറ എന്ന് പറയുന്നൊരു മാച്ച് നടത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം നടത്തിയിരുന്നു. ആ മാച്ചിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ ഇന്നും അതുപോലൊരു മാച്ചാണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഗോസി മാളിൻ്റെ അടുത്തുള്ള എക്സിബിഷൻ റോഡിലുള്ള ആ ഗ്രൗണ്ടിലെത്തി. കോപ്പ സൈറയുടെ മത്സരം നടക്കുന്ന ഈ ഗ്രൗണ്ടിലാണ്. അപ്പോൾ ആ മത്സരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ മത്സരങ്ങളൊക്കെ വീക്ഷിക്കാം. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഹൂറയിലുള്ള സൈറോ അക്കാദമിയിൽ എത്തിച്ചേർന്നു. 7:30 റിപ്പോർട്ടിംഗ് ടൈം. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. നിങ്ങൾ ആ ഇൻട്രോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം പനിയൊക്കെ സുഖമായിട്ട്, തൊണ്ടവേദനയൊക്കെ സുഖമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് കോപ്പ സൈറയുടെ ഫസ്റ്റ് സീസൺ മാച്ചസുകളാണ് ഇവിടെ നടക്കുന്നത്. അണ്ടർ 15 അണ്ടർ 16 ഉള്ള ബോണായിട്ടുള്ള കുട്ടികളെ വെച്ചിട്ടാണ് ഈ ഒരു മാച്ചസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 6-7 ടീമുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓരോ ടീമിനും ഓരോ ജേഴ്സിയുടെ കളേഴ്സ് ഉണ്ട്. കോപ്പ സൈറ ബ്ലൂ, ബ്ലാക്ക്, റെഡ്, വൈറ്റ്. അതിൽ തന്നെ ബ്ലൂവിൽ തന്നെ 2 ടീമും അതുപോലെ തന്നെ വൈറ്റിൽ തന്നെ 2 ടീമും ഉണ്ട്. ഏകദേശം 6 അല്ലെങ്കിൽ 7 ടീമംഗങ്ങളാണ് ഇന്ന് ഈ കോപ്പ സൈറ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. രാവിലെ 7:30 മണി മുതലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇപ്പം കോപ്പ സൈറ ബ്ലൂവിലാണ് കിച്ചുമോൻ ഉള്ളത്, ഇവാനുള്ളത്. അപ്പോൾ കോപ്പ സൈറ ബ്ലൂവും അതുപോലെ തന്നെ കോപ്പ സൈറ ബ്ലാക്കും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മത്സരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. ഇപ്പം മാച്ച് തുടങ്ങാൻ പോവുകയാണ്. We have stock. Only thing is like it should not go negative. I need to just check if this cost also cost to cost also I will do. No problem. Because the one special. സൈറോ ബ്ലൂവും സൈറോ ബ്ലാക്കും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈറോ ബ്ലാക്കിനെതിരെ സൈറോ ബ്ലൂ ഇപ്പോൾ ഫസ്റ്റ് ഗോൾ നേടിയിരിക്കുകയാണ്. കിച്ചുമോനാണ് ആ ഗോൾ അടിച്ചത്. പക്ഷേ അത് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ആ വാശേറിയ മത്സരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഗോൾ നിലയിൽ സൈറോ ബ്ലൂ 1 സൈറോ ബ്ലാക്ക് 0 എന്ന നിലയിലാണ് നിൽക്കുന്നത്.
സൈറോ ബ്ലൂ രണ്ടാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. സൈറോ ബ്ലൂവിനെതിരെ സൈറോ ബ്ലാക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ ഗോൾ നിലയിൽ സൈറോ ബ്ലൂ 2 സൈറോ ബ്ലാക്ക് 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. സെക്കൻഡ് ഗോൾ ഇവാൻ അങ്ങനെ സെക്കൻഡ് ഗോളും അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫ് കളി അവസാനിച്ചിരിക്കുകയാണ്. കളി അവസാനിക്കുമ്പോൾ ഗോൾ നിലയിൽ സൈറോ ബ്ലൂ 3 സൈറോ ബ്ലാക്ക് 1 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൻ്റെ വാശിയേറിയ മത്സരം ഇവിടെ തുടങ്ങുകയായി. അപ്പം ആ കളി നമുക്ക് നോക്കി കാണാം. ഇത് അണ്ടർ 15 അണ്ടർ 16 കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരുക്കുന്ന കോപ്പ സൈറയുടെ ഇൻറ്റേർണൽ മാച്ചുകളാണ്. കോപ്പ സൈറയുടെ ഈ വർഷത്തെ ഫസ്റ്റ് മാച്ചുകളാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് കുട്ടികളാണ് ഈ ഒരു മാച്ചിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 6ഓളം ടീമംഗങ്ങളാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കളി തോറ്റ് കഴിഞ്ഞാൽ വാക്കൗട്ടാണ്. അപ്പോൾ എന്തായാലും വാശിയേറിയ ഒരു മത്സരം തന്നെ, കുട്ടികളുടെ ഇടയിലുള്ള വാശിയേറിയ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ഗോൾ ഇപ്പോൾ കിച്ചു നേടിയിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ സൈറോ ബ്ലൂ സൈറോ ബ്ലാക്കിനെതിരെ ഫസ്റ്റ് ഗോളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ 3-1 സെക്കൻഡ് ഹാഫിൽ 1-0 ഇപ്പോൾ ഗോൾ നിലയിൽ നിൽക്കുന്നത്. ഓക്കെ എന്നാൽ ഓക്കെ. ഓക്കെ 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 ഓക്കെ.
കോപ്പസറയുടെ ഈ ഒരു മത്സരം അവസാനിക്കാൻ പോകുകയാണ്. 2 ഹാഫായിട്ട് നടത്തിയ ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ കോപ്പസറ ബ്ലൂ 3 ഗോളും അതുപോലെ തന്നെ ബ്ലാക്ക് 1 ഗോളും എന്ന നിലയിലാണ് നേടിയത്. സെക്കൻഡ് ഹാഫിൽ ബ്ലൂ 1 ഗോളും കോപ്പസറ ബ്ലാക്ക് 0 എന്ന നിലയിലാണ് കളി അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാക്കും ബ്ലൂവും തമ്മിലുള്ള മത്സരത്തിൽ ബ്ലാക്ക് തോറ്റിരിക്കുകയാണ്. തോക്കുന്ന സമയത്ത് സ്വമേധയെ അവർ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഈ കളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഏകദേശം 7ഓളം ടീമങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ കളിക്കാനുള്ളത്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് 15-ലും 60-ലും ബോണായിട്ടുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്ത ഗ്രൂപ്പാണ്. ഏകദേശം ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീമിൽ ഏകദേശം 6 ടീമംഗങ്ങളാണ് കളിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഏകദേശം 36 അല്ലെങ്കിൽ 42ഓളം കുട്ടികളാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പം ഈ ഒരു മത്സരത്തിൽ ബ്ലാക്കും ബ്ലൂവും തമ്മിലുള്ള മത്സരത്തിൽ ബ്ലൂവിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടാണ് കിച്ചുമോൻ കളിച്ചത്. ഏകദേശം 3ഓളം ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ അവൻ അടിച്ചത്. അതുകൊണ്ട് തന്നെ MEP ബെസ്റ്റ് ഒരു പ്ലെയറിനുള്ള അവാർഡ് സൈറോ അക്കാദമി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവാർഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ട്രോഫിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് തമ്പനയിലിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.